ന്യായീകരിക്കാൻ ഇറങ്ങി ഇപ്പോൾ പൊല്ലാപ്പും പുലിവാലും പിടിച്ച അവസ്ഥയിലാണ് റഹീം എം.പി. എം.എൽ.എ. സച്ചിൻ ദേവിനെയും മേയർ ആര്യ രാജേന്ദ്രനെയും ന്യായീകരിക്കാൻ വാർത്താ സമ്മേളനവുമായി ഇറങ്ങിയ റഹീം ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, റഹീമിന്റെ തുറന്ന പറച്ചിലുകൾ ഇപ്പോൾ വെട്ടിലാകാൻ പോകുന്നത് സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനുമാണ്. ഡ്രൈവർ യദുകൃഷ്ണൻ വിഷയത്തിൽ കണ്ടക്ടർ ഇതുവരെ മനസ്സ് പൂർണ്ണമായും തുറന്നിട്ടില്ല. കണ്ടക്ടർ റഹീമിന്റെ പരിചയക്കാരനായിരുന്നു. റഹീമിനെ സംഭവം നടന്നതിന് പിന്നാലെ വിളിച്ചു എന്ന വെളിപ്പെടുത്തലുമായി വിൻസെന്റ് എം.എൽ.എ. രംഗത്ത് വന്നിരുന്നു. KSRTCയിലെ ചില തൊഴിലാളികൾ ഇത് സംബന്ധിച്ച് തനിക്ക് സൂചന നൽകിയിരുന്നുവെന്നും വിൻസെന്റ് പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ന്യായീകരണ വാർത്താ സമ്മേളനവുമായി ഇറങ്ങിയ റഹീമിനും ചിലതൊക്കെ പറയേണ്ടി വന്നതോടെ CPM തന്നെയാണ് വീണ്ടും കുരുക്കിലായിരിക്കുന്നത്. മാത്രവുമല്ല, മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യത്തിന് KSRTCയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതായത് ഭരണകക്ഷി യൂണിയനിലെ ആൾക്കാർ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണിതെന്നും ഈ മെമ്മറി കാർഡ് അവർ തന്നെയാണ് എടുത്തു മാറ്റിയതെന്നും വിൻസെന്റ് ആരോപിക്കുകയാണ്. കണ്ടക്ടറുടെ നാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നുണ്ട്. KSRTC ഡ്രൈവർ യദുകൃഷ്ണനും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വാക്ക് തർക്കം അതിൽ പുതിയൊരു വഴിത്തിരിവ്. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു. ബസ്സിനടിച്ചു, യാത്രക്കാരെ സച്ചിൻ ദേവ് ഇറക്കി വിട്ടു എന്നീ ആരോപണങ്ങളാണ് ഡ്രൈവർ യദു ഉന്നയിച്ചത്. അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെ ഇത് സമ്മതിച്ചിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിൻസെന്റ് MLA പറഞ്ഞ ചില കാര്യങ്ങൾ പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വിൻസെന്റ് പറഞ്ഞ കാര്യങ്ങൾ സജീവ ചർച്ചയാവുകയാണ്. മാത്രവുമല്ല, മേയറെയും MLA-യും പിന്തുണച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിന് ഇറങ്ങി തിരിച്ച റഹീമിന്റെ തുറന്ന പറച്ചിൽ ഇപ്പോൾ സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും വെട്ടിലാക്കിയിരിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതായത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ സച്ചിൻ ദേവിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, വിൻസെന്റ് MLA തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് CPM-നും മേയർക്കും സച്ചിൻ ദേവ് MLA-യ്ക്കും. അതായത് വിൻസെന്റ് പറയുന്നത് ഇങ്ങനെയാണ്: തലസ്ഥാനത്ത് മേയർ തടഞ്ഞ KSRTC ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ റഹീം MP-യുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു എന്നാണ് വിൻസെന്റ് MLA പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ സംസാരിക്കവേ പറഞ്ഞത്. തനിക്ക് ചില ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നാണ് വിൻസെന്റ് പറഞ്ഞത്. മാത്രമല്ല, ഇത്തരമൊരു ആരോപണം അദ്ദേഹം ഉയർത്തിയത് തനിക്ക് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. മേയറും MLA-യും ബസ് തടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ റഹീമിനെ വിളിച്ചു. അദ്ദേഹം സംസാരിച്ച ശേഷം ഒരു സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടതായി കണ്ടക്ടർ ചിലരോട് പറഞ്ഞുവെന്നാണ് ജീവനക്കാരിൽ നിന്നും തനിക്ക് കിട്ടിയ വിവരം എന്നും വിൻസെന്റ് MLA പറഞ്ഞിരുന്നു. കൃത്യമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞ ശേഷം യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു. മേയറെ അനുകൂലിക്കുന്നവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴാണോ ഇത് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചതെന്നും KSRTCയിലെ INTUC ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ വിൻസെന്റ് MLA ചോദിച്ചിരിക്കുകയാണ്. ഏതായാലും വിൻസെന്റ് MLA ഇത് ചോദിക്കുന്നു. ഇതിനിടയിൽ മറുവശത്ത് മേയറെയും MLA-യും ന്യായീകരിക്കാനിറങ്ങിയ റഹീമും കണ്ടക്ടർ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പറയുന്നു. അതായത് ന്യായീകരിക്കാൻ ഇറങ്ങി പണി കിട്ടി എന്ന സാരം. MLA ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്: സംഭവ ദിവസം ബസ് നിർത്തിയിട്ട് ഉടനെ തന്നെ ഡ്രൈവർ യദുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. അടുത്ത ദിവസം 11 മണിവരെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബസ് സ്റ്റേഷനിലേക്ക് അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി യൂണിയനിലെയും KSRTCയിലെയും ഉത്തരവാദപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയ ഓപ്പറേഷനാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും അതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് MLA-ക്കും മേയർക്കും മാത്രമാണെന്നുമാണ് വിൻസെന്റ് ആരോപിച്ചത്. KSRTC ജീവനക്കാരും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച് നൂറുകണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളിലും KSRTCയുടെ പരാതി പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. ട്രിപ്പ് മുടങ്ങുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കും. എന്നിട്ടും ഈ സംഭവത്തിൽ ഒരു പരാതി പോലും കൊടുക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട MLA-യും മേയറുമായതുകൊണ്ടാണ്. പോലീസും KSRTC അധികൃതരും പ്രതികളെ രക്ഷിക്കാൻ ഒരുപോലെ കുറ്റം ചെയ്തിരിക്കുകയാണെന്നും വിൻസെന്റ് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പച്ചക്കള്ളം കൂടി ഞാൻ പറയാം. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിട്ടു. ഈ കണ്ടക്ടറുടെ നാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നുണ്ട്. അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇയാളും പോസ്റ്റായി ഇവിടെ നിൽക്കുകയാണല്ലോ. ഈ വണ്ടി പിടിച്ചിട്ടു ഇയാൾക്കും പോകാൻ പറ്റുന്നില്ല, ഇയാൾക്ക് പുലർച്ചെ ഒരു യാത്രയുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി,
ഈ ഡ്രൈവറെ ആണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി. അപ്പോൾ അതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ സച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താ സംഭവം, രാത്രി